Hello everyone. Welcome back to our CTET Paper 2 Science Analysis session. എല്ലാവർക്കും നമസ്കാരം. CTET Paper 2 Science വിശകലന സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. Today we are diving deep into one of the most crucial topics in science pedagogy, the scientific process skills. Mastering these skills is key to securing marks in this section. സയൻസ് പെഡഗോജിയിലെ ഏറ്റവും നിർണായകമായ വിഷയങ്ങളിലൊന്നായ ശാസ്ത്രീയ പ്രക്രിയ കഴിവുകളിലേക്കാണ് സയന്റിഫിക് പ്രോസസ് സ്കിൽസ് ഇന്ന് നമ്മൾ കടക്കുന്നത്. ഈ ഭാഗത്ത് മാർക്ക് നേടുന്നതിന് ഈ കഴിവുകൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. Let's break down a previous year's question that directly tests our understanding of these core competencies. ഈ പ്രധാന ശേഷികളെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ നേരിട്ട് പരീക്ഷിക്കുന്ന ഒരു മുൻവർഷ ചോദ്യം നമുക്ക് വിശകലനം ചെയ്യാം. നമുക്കിന്ന് CTET പേപ്പർ 2 സയൻസ് വിഭാഗത്തിലെ ഒരു ചോദ്യം വിശകലനം ചെയ്യാം. This question, like the previous one, is from the Pedagogy of Science section and focuses on the scientific process skills, which is a very important concept for the exam. ഈ ചോദ്യം സയൻസ് പെഡഗോജി വിഭാഗത്തിൽ നിന്നുള്ളതാണ്. ഇത് ശാസ്ത്രീയ പ്രക്രിയ കഴിവുകൾ, സയന്റിഫിക് പ്രോസസ് സ്കിൽസ് എന്ന പ്രധാനപ്പെട്ട ആശയത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ്സ് ഓപ്ഷൻസ്. ചോദ്യവും അതിന്റെ ഓപ്ഷനുകളും നമുക്ക് നോക്കാം. Question: Which of the following activities is best suited for assessing the scientific process skill of inferring in students? വിദ്യാർത്ഥികളിലെ അനുമാനം ചെയ്യൽ, ഇൻഫറിംഗ് എന്ന ശാസ്ത്രീയ പ്രക്രിയ കൗശലം വിലയിരുത്തുന്നതിന് താഴെ പറയുന്നവയിൽ ഏത് പ്രവർത്തനമാണ് ഏറ്റവും അനുയോജ്യമായത്? Options: 1. Asking students to measure the time taken for a simple pendulum to complete 20 oscillations. ഒരു ലളിത പെൻഡുലം 20 തവണ ദോലനം ചെയ്യാൻ എടുക്കുന്ന സമയം അളക്കാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുക. 2. Asking students to observe the shadow formation when light is incident on an opaque object. അതാര്യമായ ഒരു വസ്തുവിൽ പ്രകാശം പതിക്കുമ്പോൾ നിഴൽ രൂപപ്പെടുന്നത് നിരീക്ഷിക്കാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുക. 3. Asking students to predict the result of an experiment on the basis of observed data. നിരീക്ഷിച്ച വിവരങ്ങളുടെ ഒബ്സർവ്ഡ് ഡേറ്റ അടിസ്ഥാനത്തിൽ ഒരു പരീക്ഷണത്തിന്റെ ഫലം പ്രവചിക്കാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുക. 4. Asking students to classify given objects as magnetic and non-magnetic. നൽകിയിട്ടുള്ള വസ്തുക്കളെ കാന്തിക വസ്തുക്കളെന്നും അല്ലാത്തവയെന്നും തരംതിരിക്കാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുക. Explanation of the correct answer. ശരിയായ ഉത്തരത്തിന്റെ വിശദീകരണം. The correct answer is option 3. Asking students to predict the result of an experiment on the basis of observed data. ശരിയായ ഉത്തരം ഓപ്ഷൻ 3. നിരീക്ഷിച്ച വിവരങ്ങളുടെ ഒബ്സർവ് ഡേറ്റ അടിസ്ഥാനത്തിൽ ഒരു പരീക്ഷണത്തിന്റെ ഫലം പ്രവചിക്കാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുക എന്നതാണ്. Why option 3 is correct? The process skill of inferring involves drawing a conclusion or making a prediction based on prior knowledge and currently observed evidence or data. അനുമാനം ചെയ്യൽ എന്ന പ്രക്രിയ കൗശലം എന്നാൽ മുൻ അറിവുകളുടെയും നിലവിൽ നിരീക്ഷിച്ച തെളിവുകളുടെയും ഡാറ്റയുടെയും അടിസ്ഥാനത്തിൽ ഒരു നിഗമനത്തിലെത്തുകയോ ഒരു പ്രവചനം നടത്തുകയോ ചെയ്യുക എന്നതാണ്. When students are asked to predict the result of an experiment based on the data they already observed, they are essentially making a logical inference. വിദ്യാർത്ഥികളോട് അവർ നിരീക്ഷിച്ച ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഒരു പരീക്ഷണത്തിന്റെ ഫലം പ്രവചിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവർ അടിസ്ഥാനപരമായി ഒരു യുക്തിപരമായ അനുമാനമാണ് നടത്തുന്നത്. Prediction is a form of inference where the conclusion is about a future event, making this activity the best fit for assessing the skill of inferring. പ്രവചനം എന്നത് അനുമാനത്തിന്റെ ഒരു രൂപമാണ്. അവിടെ നിഗമനം ഒരു ഭാവി സംഭവത്തെക്കുറിച്ചുള്ളതാണ്. അതിനാൽ ഈ പ്രവർത്തനം അനുമാനം ചെയ്യൽ എന്ന കൗശലം വിലയിരുത്തുന്നതിന് ഏറ്റവും അനുയോജ്യമാണ്. മറ്റു ഉത്തരങ്ങൾ തെറ്റാകാനുള്ള കാരണങ്ങൾ. Explanation for incorrect options 1, 2 and 4. Option 1 relates to measuring a different process skill focused on quantifying observations using tools. Option 1 അളവെടുപ്പുമായി മെഷറിംഗ് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിരീക്ഷണങ്ങളെ അളക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മറ്റൊരു പ്രക്രിയ കൗശലമാണ്. Option 2 involves observation, the foundational skill of perceiving properties or events using the senses without drawing conclusions. Option 2 നിരീക്ഷണമാണ്. ഒബ്സർവേഷൻ ഇത് നിഗമനങ്ങളിലെത്താതെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഗുണങ്ങളോ സംഭവങ്ങളോ മനസ്സിലാക്കുന്ന അടിസ്ഥാനപരമായ കൗശലമാണ്. Option 4 requires classification, the skill of grouping objects or events based on common properties or criteria, not drawing inferences. Option 4 തരംതിരിക്കൽ, ക്ലാസിഫിക്കേഷൻ ആവശ്യപ്പെടുന്നു. ഇത് പൊതുവായ ഗുണങ്ങളോ മാനദണ്ഡങ്ങളോ അടിസ്ഥാനമാക്കി വസ്തുക്കളെയോ സംഭവങ്ങളെയോ ഗ്രൂപ്പ് ചെയ്യുന്നതിനുള്ള കഴിവാണ്, അല്ലാതെ അനുമാനങ്ങൾ ഉണ്ടാക്കുന്നതിനല്ല. So the correct answer is option 3. Remember, when you analyze questions on scientific process skills, you must clearly distinguish between the basic skills like observation and measuring and the integrated skills like inferring and predicting. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ 3 ആണ്. ശാസ്ത്രീയ പ്രക്രിയ കഴിവുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നിരീക്ഷണം, അളവെടുപ്പ് തുടങ്ങിയ അടിസ്ഥാന കഴിവുകളും അനുമാനം ചെയ്യൽ, പ്രവചനം തുടങ്ങിയ സംയോജിത കഴിവുകളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം.
We saw that prediction is a strong indicator of the skill of inferring. പ്രവചനം എന്നത് അനുമാനം ചെയ്യൽ എന്ന കൗശലത്തിന്റെ ഒരു പ്രധാന സൂചനയാണെന്ന് നമ്മൾ കണ്ടു. Keep practicing these concepts to excel in the CTET examination. CTET പരീക്ഷയിൽ മികച്ച വിജയം നേടുന്നതിനായി ഈ ആശയങ്ങൾ പരിശീലിക്കുന്നത് തുടരുക.